ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സമയത്തെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽ സമയം നാം ദൈവിക കരുതലിനെ കുറിച്ചാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നമുക്കൊരു വാക്യം വായിക്കാം. 1 Peter 5, 6 and 7. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങൾ സകല ചിന്ത ആകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. കർത്താവിൻ്റെ മക്കളെന്നുള്ള നിലയിൽ പലപ്പോഴും വളരെ കഠോരമായ അല്ലെങ്കിൽ വളരെ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ആമേൻ. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം പലപ്പോഴും വളരെയധികം ഉത്കണ്ഠാകുലരാകാറുണ്ട്, ഭയാശങ്കകൾ ഉണ്ടാകാറുണ്ട്. വളരെ ഭയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എങ്ങനെ പോകും? ഇത് ശരിയാകുമോ? മുമ്പിൽ എന്തൊക്കെയായിരിക്കും ഇനി നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്? എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണെന്നുള്ള ചിന്ത നാം പലപ്പോഴും മറന്നു പോകുന്നു. ആമേൻ. ചിന്തിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ചിന്ത നമ്മെ വല്ലാതെ വേദനിപ്പിക്കുമ്പോൾ, അത് ദൈവത്തിൽ നിന്ന് പോലും നമ്മെ അകറ്റുന്ന ഒരു പ്രതീതിയിലേക്ക് എത്തുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടതായ നന്ദികേടായിട്ട് പാപമായിട്ട് തീരുന്നത്. ഇതിനെ ദൈവം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആമേൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് വളരെ നല്ല ഒരു ഉപദേശമാണ് തരുന്നത്. സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ആമേൻ. അതിന് മുമ്പ് ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. നമ്മുടെ ജീവിതത്തിലെ വരുമരാഴികളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്ന പരിണിത ഫലങ്ങളെക്കുറിച്ച്, കോൺസിക്വൻസസിനെ കുറിച്ചെല്ലാം ദൈവത്തിന് നല്ല നിശ്ചയമുണ്ട്. നമ്മുടെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവികാലവും എല്ലാം നന്നായി ഗ്രഹിച്ച ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മളോട് പറഞ്ഞിട്ട് അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ദൈവം പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ നിങ്ങൾക്കായിട്ട് കരുതുന്നുണ്ട്. ആമേൻ. ഞാൻ കരുതുന്നത് കൊണ്ട് നിങ്ങളെ എല്ലാം ഇങ്ങോട്ട് ഇട്ടേര്, ഇങ്ങോട്ട് തന്നേര്. പിന്നെ ശരിയായ അർത്ഥം റോൾ അവേ, ത്രോ അവേ എന്നൊക്കെയാണ്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് എറിഞ്ഞിട്ടേര്, ഇങ്ങോട്ടേക്ക് വിട്ട് തന്നേര്. ആമേൻ. എല്ലാ കെയർ. ഇബ്രാഹിം ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. വിശ്വാസ നായകനും പൂർത്തിവചനമായിരിക്കുന്ന യേശുവിനെ നോക്കണം. അപ്പം ഈ നോക്കുന്ന മാത്രയിൽ കർത്താവ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഓടിക്കോ, നിങ്ങളെ ഞാൻ സഹായിക്കാൻ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് വിശ്വാസത്തിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് ഞാൻ പരിഹരിച്ചോളാം. ഞാനാണ് വിശ്വാസത്തിൻ്റെ നായകൻ, ഞാനാണ് ഈ വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നവൻ. ഈ ഓട്ടം ഓടി നിങ്ങളത് ഫിനിഷ് ചെയ്ത് നിങ്ങൾ അങ്ങേയറ്റത്ത് മറുകരയിലെത്തുമ്പോൾ അവിടെ നിങ്ങളെ സ്വീകരിപ്പാൻ, അവിടെ നിങ്ങളെ ആലിംഗനം ചെയ്യുവാൻ, അവിടെ നിങ്ങളെ രണ്ട് കൈയും നീട്ടി നിങ്ങളെ വാരിപ്പുണരുവാൻ ഞാനവിടെ നിൽപ്പുണ്ട് എന്ന കർത്താവ് പറയുന്നു. ആമേൻ. പക്ഷെ നാം പലപ്പോഴും ഇത് ചെവിക്കൊള്ളാറില്ല. നമ്മുടെ ജീവിതത്തിൽ നാം വിചാരിക്കുന്നത്, ഇത് ഞാനെടുത്തില്ല പിന്നെ ആരാ എടുക്കുന്നത്? ഈ ഭാരം കുടുംബത്തിൻ്റെ ആകട്ടെ, ജോലിയുടെ ആകട്ടെ, ഉത്തരവാദിത്തങ്ങളുടെ ആകട്ടെ, വ്യക്തിപരമായിട്ടാകട്ടെ, ഇത് ഞാനെടുത്തില്ല പിന്നെ ആരെടുക്കും? ആമേൻ. കർത്താവ് പറയുന്നു, അതെൻ്റെ മേലിട്ടുകൊള്ളുക. ഹല്ലേലൂയ. ത്രോ യുവർ കേഴ്സ്. നിങ്ങളെ വിഷമിപ്പിക്കുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങളെ ചിന്താകുലരാക്കുന്ന, നിങ്ങളെ തളർത്തുന്ന, നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന എല്ലാം ഇങ്ങോട്ടിട്ടേര്. ഞാൻ നിങ്ങളെ കരുതുന്ന ദൈവമാണ്, ഞാൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാണ്, ഞാൻ നിങ്ങൾക്കായി വിചാരപ്പെടുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്ത് കുടിക്കും, എന്ത് തിന്നും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടുന്നത് എന്തിനാണെന്ന് കർത്താവ് ചോദിച്ചില്ലേ? മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും.
കർത്താവിനെ ഓർത്തുകൊണ്ട്, കർത്താവിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഫോക്കസ് ചെയ്തുകൊണ്ട് നാം മുമ്പോട്ട് നമ്മുടെ ജീവിതയാത്ര കൊണ്ടുപോകുന്നുവെങ്കിൽ വഴിയെ ആവശ്യമുള്ളതെല്ലാം കർത്താവ് തന്നുകൊള്ളുമെന്നല്ല ഇതിൻ്റെ അർത്ഥം. എന്നാൽ അത് ചിന്തിക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. തൊട്ടു മുമ്പിലുള്ളതായ ഭാരത്തെ ഓർത്ത് വ്യാകുലപ്പെട്ട്, വേദനപ്പെട്ട്, കുണ്ഠിതപ്പെട്ട് നമ്മുടെ ദിനരാത്രങ്ങൾ തള്ളി നീക്കുമ്പോൾ നാം വാസ്തവത്തിൽ ദൈവത്തോടും പാപം ചെയ്യുകയല്ലേ? എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകാത്തത്? ബിക്കോസ് വി ഡോണ്ട് റെക്കഗ്നൈസ് ദ കെയർ ഓഫ് ഗാഡ്, ദ കെയറിങ് ഓഫ് ഗാഡ്. ദൈവിക കരുതൽ നാം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അൺലെസ് ആൻഡ് അണ്ടിൽ you and me recognize the caring of God, the providence of God, you cannot live a peaceful life. Amen. ഒരിക്കൽ നമ്മളിത് റെക്കഗ്നൈസ് ചെയ്താൽ, ഒരിക്കൽ നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, എന്നെ കരുതുന്ന ഒരു കർത്താവ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിഷ്പ്രയാസം നമ്മുടെ കയ്യിലുള്ള സകല ഭാരവും, നമ്മെ മുറുകെ പറ്റുന്ന സകല ഭാരവും, സകല പാപവും, സകലവും നമ്മളിങ്ങ് വിട്ട് കളഞ്ഞേക്കും. എന്നിട്ട് കർത്താവേ നീ മാത്രം മതി. ഹല്ലേലൂയ. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നല്ലേ മോശ എണ്ണിയത്? ഫറവോന്റെ മുദ്രയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? നമ്മെ അലോസരപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുന്ന, നമ്മെ കൂടെ കൂടെ ഇപ്രകാരം വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ കാരണമാകുന്ന ഈ ചിന്തകൾക്കാണോ നാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അതോ അതിനപ്പുറത്ത് എന്നെ നിത്യതവരെയും സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്നുള്ള ചിന്തയാണ്? ആമേൻ. കർത്താവ് പറയുന്നു, He is willing to release you of all your cares. നിങ്ങൾ സകല ചിന്താകുലങ്ങളെയും സകല ഭാരങ്ങളെയും റിലീസ് ചെയ്ത് നിങ്ങളെ ഭാരമില്ലാത്ത ഒരു വ്യക്തിയായി തീർക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ കാര്യം? പ്രൊവൈഡഡ് യു ഹാൻഡ് ഓവർ ഓൾ യുവർ കെയർസ് അപ്പോൺ. ആമേൻ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ, അതുപോലെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 84-ാം അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്, നേരോടെ നടക്കുന്നവർക്ക് നന്മയ്ക്കും മുടക്കം വരികയില്ല. സകലതും നോക്കാനും സൂക്ഷിക്കാനും മേൽനോട്ടം വഹിപ്പാനും ഉത്തരവാദിത്തമെടുക്കാനും കഴിവുള്ള ദൈവമല്ലേ നമ്മുടെ ദൈവം? ആമേൻ. ഇത് നാം പലപ്പോഴും മറന്നു പോകുന്നുണ്ടല്ലേ? ഇത് നാം പലപ്പോഴും റെക്കഗ്നൈസ് ചെയ്യാത്തതുകൊണ്ടല്ലേ നാം ആവശ്യമില്ലാത്ത വില കുറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ ചിന്താകുലരാകുന്നത്? ആമേൻ. നമ്മുടെ ഫാമിലി, നമ്മുടെ ജോലി, നമ്മുടെ വ്യക്തിപരമായ ചില പ്രത്യേകതകൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ. ആമേൻ. യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. യഹോവ തൻ്റെ ജനത്തോട് പറയുന്നു, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയുമില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. അതിനർത്ഥം വെള്ളത്തിൽ കൂടി കടക്കില്ലെന്നാണോ? അല്ല. വെള്ളത്തിൽ കൂടി കടക്കേണ്ടി വരും, നദികൾ കൂടി കടക്കേണ്ടി വരും, തീയിൽ കൂടിയും കടക്കേണ്ടി വരും. പക്ഷേ അവിടെയുള്ള ദൈവിക കരുതലിനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. വെള്ളത്തിനകത്ത് നിന്നെ കൊണ്ട് ഇടത്തില്ല, നദിയിൽ കൊണ്ട് ഇടത്തില്ല, തീയിൽ കൊണ്ട് ഇടത്തില്ല എന്ന് കർത്താവ് എടുത്ത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ കടക്കേണ്ടി വന്നാലും നിന്നെ മുക്കിക്കളയാതെ, നീ വെന്തു പോകാതെ, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കാതെ സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം എൻ്റെതാണ് ദൈവം പറയുന്നത്. കർത്താവ് വചനം പറയുന്നല്ലോ, പുരാതന ദൈവം നിന്റെ സങ്കേതം, കീഴ് ശാശ്വത ഭുജങ്ങളുണ്ട്. ആമേൻ. ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ വഴികളിൽ നടക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു.
നടക്കാതെ വന്നപ്പോൾ കൂടെ കൂടെ ദൈവം അവരെ കറക്റ്റ് ചെയ്യുവാനായിട്ട് ഒരുപാട് വഴികൾ ദൈവം തുറന്നു. എപ്പോഴൊക്കെ കറക്റ്റ് ചെയ്യുമോ അപ്പോൾ കുറച്ച് ശരിയാകും. പിന്നെയും വഴി വിട്ട് ഉള്ള അബദ്ധസഞ്ചാരം നടത്തി മുമ്പോട്ട് പോയ ആളുകൾ ദൈവം പിന്നെയും അവരെ ശാസിക്കാനിടയായി, പിന്നെയും അവരെ കറക്റ്റ് ചെയ്യുവാനായിട്ടിടയായി. പിന്നീട് അവരനുസരണക്കേടിൻ്റെ ഒരു പര്യാദമായി, ഒരു വിളനിലമായി അങ്ങ് തീരുകയാണ്. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, ഞങ്ങൾ കേൾക്കത്തില്ല, ഞങ്ങൾ എത്ര പറഞ്ഞാലും കേൾക്കാൻ പോകുന്നില്ല. നീ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾ കേൾക്കത്തില്ല എന്ന് പറഞ്ഞ് സ്റ്റബോണായി തീർന്ന, അഡാമൻ്റായി തീർന്ന, മാത്സര്യ മനോഭാവം നിറഞ്ഞ ഒരു ജനതയായി അവർ മാറുവാനിടയായി തീർന്നു. ടോട്ടൽ ഡിസബീഡിയൻസ്, സമ്പൂർണമായ അനുസരണക്കേട്. ആമേൻ. അങ്ങനെ വന്നപ്പോഴും ദൈവം പിന്നെയും അവരോട് ക്ഷമിച്ചു. 43 അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, ഇപ്പോൾ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിൽ നിന്ന് നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഒത്തിരി ഹോപ്പ്ലെസ് ആയി, ഇവരെക്കുറിച്ച് ഇനി പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല എന്ന നിലവാരത്തിൽ അവർ എത്തി നിന്നപ്പോഴും, ആമേൻ, ദൈവം പിന്നെയും പ്രതീക്ഷയ്ക്ക് പുതിയ നാം വിട്ടുകൊണ്ട്, പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ദൈവം പിന്നെയും കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്നും അതല്ലേ വാസ്തവത്തിൽ സംഭവിക്കുന്നത്. പലപ്പോഴും ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവിക അരുളപ്പാടുകൾ, ദൈവിക നിയോഗങ്ങൾ നമുക്ക് കൂടെ ലഭിച്ചിട്ടും കൂടെ കിട്ടിയിട്ടും നാം അവയെ വകവെക്കാതെ നമുക്കിഷ്ടമുള്ള വഴിയെ പോകുമ്പോൾ, അനുസരണക്കേട് കാട്ടുമ്പോൾ ദൈവം പിന്നെയും നമ്മോട് ക്ഷമിക്കുകയല്ലേ. ദൈവത്തിൻ്റെ നന്മകൾ പിന്നെയും അവർക്ക് ധാരാളമായിട്ട് പകർന്നു കൊടുക്കുകയല്ലേ. റോമാലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ വാക്യമുണ്ടല്ലോ, എങ്കിലും പാപം പരികയെടുത്ത് ദൈവത്തിൻ്റെ കൃപ അത്യന്തം വർദ്ധിച്ചു. ദൈവം നന്മകൾ ഒരിക്കലും മുടക്കുന്നില്ല പ്രിയപ്പെട്ടവർ. പിന്നെയും നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം, പിന്നെയും നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം. ഹോശേയ-പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ നിന്നെ സ്നേഹഭാഷ്യങ്ങൾ കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 2-3 അധ്യായങ്ങളിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് 4-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, അവരെപ്പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. നോക്കണമേ, ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് എബ്രായ ലേഖന കർത്താവ് പറയുന്നത് നമ്മെക്കുറിച്ചാണ്, അല്ലെങ്കിൽ വിശ്വാസികളായി കടന്നു വരാൻ പോകുന്ന എല്ലാവരെയും കുറിച്ച്. 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാ. പക്ഷെ എന്തു പറ്റി? ആമേൻ. കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായിട്ട് വന്നില്ല. അപ്പം നമുക്കോ? ആമേൻ. താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നത്, ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്, മുമ്പേ പറഞ്ഞതുപോലെ ഇന്നും ഒന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. ആമേൻ. അതുകൊണ്ട് 11-ാം വാക്യം, ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിന് ഒത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം അസ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുക. എന്നിട്ട് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ഇരുവായത്തിലുള്ള ജീവനും ചൈതന്യമുള്ളത്, ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെ ആത്മാവിനെ സന്ധിമജ്ജകളെ വേർതിരിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല,
സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്. നാം ഒരുപക്ഷെ പ്രത്യക്ഷമായി പല പാപങ്ങളിൽ ഒരുപക്ഷെ നാം ഇടപെടുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ പാപപ്രവൃത്തികളിൽ നാം മുഴുകുന്നവരല്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ ചെറിയ കാര്യങ്ങളെ ഓർത്ത്, അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും പലതിനെ ഓർത്ത് നിങ്ങൾ ആകുലചിത്തരാണോ? ആണെങ്കിൽ ദൈവത്തിൻ്റെ വചനം ശക്തമായി തറപ്പിച്ചു പറയുന്നു, അത് പാപമാണ്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ്. ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും നമുക്ക് ലഭിക്കുവാൻ ഒരു പ്രത്യേക പദവിയിൽ നമ്മെ ദൈവം കൊണ്ടുവന്നത് കൊണ്ടാണ് നമുക്കിത് ലഭിക്കുന്നത്. അനേകർക്ക് നിഷേധിക്കപ്പെട്ട, അനേകർക്ക് കൊടുക്കാത്ത പദവികൾ ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്? ആമേൻ. ഒന്ന്, ദൈവം നമ്മെ സൃഷ്ടിച്ചു എന്നുള്ളതിനായിട്ടാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. God has created us. He has formed us. He has made us into a people. തൻ്റെ ജനമാക്കി നമ്മെ തീർത്തു. പുതിയ ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ഈ ഭൂമിയിൽ നിന്നാണ് ജനനം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ആ ജനനം മൂലം നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അതിനുവേണ്ടി നമുക്ക് ഉയരത്തിൽ നിന്നൊരു ജനനം അത്യന്താപേക്ഷിതമായിരുന്നു. ആ ജനനം മൂലം നാം എന്നേക്കും കർത്താവിനോടുകൂടെ ജീവിക്കാനായിട്ട് ഒരുക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റപ്പെട്ടു. ആമേൻ. ഇന്ന് നാം ദൈവകരങ്ങളിലിരിക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയായതുകൊണ്ട് ദൈവം നമ്മെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. തൻ്റെ കൈകൾ കൊണ്ട് താൻ മനഞ്ഞവരായി ഉയരത്തിൽ നിന്ന് വീണ്ടും ജനനം പ്രാപിച്ച നമ്മളായതുകൊണ്ട് ദൈവം നമ്മെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. പ്രിയപ്പെട്ടവർ, രണ്ടാമത്, ഹി പർച്ചേസ്ഡ് us. നമ്മെ വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. നാം പിശാചിൻ്റെ അടിമത്തത്തിലായിരുന്നു. നാം പാപത്തിൻ്റെ ആട് നിറഞ്ഞ കുഴിയിലായിരുന്നു. ദൈവം നമ്മെ വീണ്ടെടുത്തു. വീണ്ടെടുപ്പിനായി വലിയ വില കർത്താവിന് കൊടുക്കേണ്ടി വന്നു. സാധാരണ വിലയല്ല കൊടുക്കേണ്ടി വന്നത്. ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തിലും കനിവിലുമാണ് അവനവരെ വീണ്ടെടുത്തെന്ന് യെശയ്യാ 63:9 വായിക്കുന്നു. ഒരു ബന്ധനത്തിൽ നല്ല ദൈവം നമ്മെ വീണ്ടെടുത്തത്, ഒരുപാട് ബന്ധനത്തിൽ നിന്നും ദൈവം നമ്മെ കയറ് പൊട്ടിച്ച് നമ്മെ വീണ്ടെടുത്തു. ആമേൻ. അപ്രകാരം വീണ്ടെടുക്കപ്പെട്ട ആളുകളെ ദൈവം എത്രമാത്രം കരുതുമെന്നുള്ളത് നമ്മൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നത്, വ്യർത്ഥവും പത്രപാരമ്പര്യമായ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വലിയൊരു രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. ഒന്ന്, ദൈവം നമ്മെ സൃഷ്ടിച്ചു. 2, ദൈവം നമ്മളെ വീണ്ടെടുത്തു. നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. വലിയ വില കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തവരാണ്. ഹല്ലേലൂയ. കർത്താവിന് കൊടുക്കേണ്ട വില വലിയ വിലയാണ്. തൻ്റെ വലിയൊരു രക്തം, നിർദോഷ രക്തം, കുഞ്ഞാടിൻ്റെ രക്തം ആ കാൽവരിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ചീന്തപ്പെട്ടു എന്നുള്ളത് ഈ സമയം ഓർക്കണം. അപ്പോൾ ഇപ്രകാരം വലിയ വില കൊടുത്ത് നമ്മെ സൃഷ്ടിച്ച് വലിയ വില കൊടുത്ത് നമ്മെ വാങ്ങിയ ദൈവം നമ്മളെ കരുതാതിരിക്കുമോ?
തീർച്ചയായിട്ടും കരുതാതിരിക്കില്ല പ്രിയപ്പെട്ടവർ. മൂന്നാമത്, ദൈവം നമ്മെ തൻ്റെ സ്വന്തമാക്കി തീർത്തു, പ്രത്യേക ജനമാക്കി തീർത്തു, ഒരു പെക്യൂലിയർ പീപ്പിളാക്കി നമ്മെ തീർത്തു. എന്താ പെക്യൂലിയാരിറ്റി ഉള്ളത്? മറ്റുള്ളവരിൽ നിന്ന് നമ്മെ വ്യത്യസ്തരാക്കി, നമ്മെ സെറ്റപ്പാർട്ട് ചെയ്തു, നമ്മെ വേർതിരിച്ചു. ഇസ്രായേൽ മക്കളെ മറ്റ് ജാതികളുടെ ഇടയിൽ നിന്ന് ദൈവം വേർതിരിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ അവരുമായി കൂടിക്കലരരുത്, ഞാൻ നിങ്ങളെ ഒരു പ്രത്യേക ജനമായി വേർതിരിച്ചിരിക്കുന്നു, ഒരു പ്രത്യേക ജനതയായി ഞാൻ നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നു. സോ ഡോണ്ട് മിങ്കിൾ വിത്ത് ദം. പുതിയ നിയമ വിശ്വാസികളായ നമ്മളോടും കർത്താവ് അതല്ലേ പറയുന്നത്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായി സമർപ്പിപ്പീൻ. ഈ ലോകത്തോട് നിങ്ങൾ അനുരൂപമാകരുത്. ഡു നോട്ട് കോംപ്രമൈസ് വിത്ത് ദ വേൾഡ്. കാരണം ഞാൻ നിങ്ങളെ വേർതിരിച്ചിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആമേൻ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തുവെന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിരിക്കുക, മറ്റുള്ളവരുമായി ഇടകലരാതിരിപ്പാൻ, മറ്റുള്ളവരിൽ വ്യത്യസ്തമായ ഒരു ജീവിതം നയിപ്പാൻ, വ്യത്യസ്തത പുലർത്തുവാൻ, നമ്മുടെ നടപ്പിലും നമ്മുടെ എല്ലാ ഇടപാടുകളിലും എല്ലാ ഡീലിങ്സിലും എല്ലാ കാര്യാദികളിലും വ്യത്യസ്തത പുലർത്തുവാനാണ് ദൈവം നമ്മെ മാറ്റി നിർത്തി, ഒരു പെക്യൂലിയർ സെക്റ്റായിട്ട്, ഒരു പെക്യൂലിയർ ജനറേഷനായിട്ട് നമ്മെ മാറ്റി നിർത്തിയത്. നമ്മെ സൃഷ്ടിച്ച ദൈവം, വലിയ വില കൊടുത്ത് നമ്മെ വീണ്ടെടുത്ത ദൈവം നമ്മെ പ്രത്യേകമായി മാറ്റി നിർത്തി. ഹല്ലേലൂയ. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, നിങ്ങളൊരു വിശുദ്ധ വംശമാണ്, നിങ്ങൾ സെറ്റപ്പാർട്ടാണ്, നിങ്ങൾ ഹോളിയാണ്, കോൺസിക്രേറ്റഡ് ആണ്. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ദൈവം നിങ്ങളെ കണ്ടു, നിങ്ങളെ ഇഷ്ടപ്പെട്ടു, നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങളെ മാറ്റി നിർത്തി. നിങ്ങൾ ഇനി പഴയ ഗ്രൂപ്പിലോട്ട് പോകരുത്, പഴയ അനുഭവത്തിലേക്ക് പോകരുത്, പഴയ ആ ബന്ധത്തിലേക്ക് നിങ്ങൾ പോകരുത്. ആമേൻ. ഇവിടെ വായിക്കുന്നു, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. മുമ്പേ നിങ്ങൾക്ക് കരുണ ലഭിക്കാത്തവരായിരുന്നു, എന്നാൽ ഇപ്പോഴോ നിങ്ങൾക്ക് കരുണ ലഭിച്ചവരാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ സൃഷ്ടിച്ചു, ദൈവം നമ്മെ വലിയ വില കൊടുത്തു വീണ്ടെടുത്തു, ദൈവം നമ്മെ പ്രത്യേക ജനമായിട്ട് മാറ്റി നിർത്തി. ഹല്ലേലൂയ. എന്നിട്ട് ദൈവം നമ്മോട് പറഞ്ഞു, ഞാനാ നിന്റെ ദൈവം. 4-മതായിട്ട് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ ദൈവം, ഞാനാ നിന്റെ രക്ഷകൻ. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കില്ല, ഞാനല്ലാതെ മറ്റൊരു രക്ഷ നിനക്കില്ല, മറ്റൊരു രക്ഷകൻ നിനക്കില്ല. യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ യാതൊരു നാമവുമില്ല. ഒരേ ഒരു നാമം, കർത്താവ് യേശു ക്രിസ്തു എന്ന രക്ഷിതാവ്, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം, നമ്മെ സ്വന്തമായി അവകാശപ്പെടാൻ എല്ലാ യോഗ്യതകളുമുള്ള ഒരു ദൈവം. നാം ദൈവത്തിൻ്റെ സ്വന്തമാണ്, നാം ദൈവത്തിൻ്റെ സ്വന്തമാണ്. ദൈവം നോക്കുമ്പോൾ ദൈവത്തിന് നമ്മളും സ്വന്തമാണ്. അപ്പോഴാണ് ഈ ചോദ്യം നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത്, പിന്നെ എന്തിനാ ഞാൻ ആകുലപ്പെടുന്നത്, പിന്നെ എന്തിനാ ഞാൻ ഉത്കണ്ഠാകുലനാകുന്നത്? ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വൈതരണികളും കഷ്ടവും നഷ്ടവും ക്ലേശവും ഒന്നും വരികില്ല എന്നല്ല വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതെല്ലാം വരും. നാം ഇന്ന് വായിച്ചതുപോലെ
വെള്ളത്തിൽ കൂടി നാം കടന്നു പോകേണ്ടി വരും, തീയിൽ കൂടി കടന്നു പോകേണ്ടി വരും. പക്ഷേ അവിടെയെല്ലാം സൂക്ഷിക്കുന്ന കരങ്ങൾ, അവിടെയെല്ലാം കരങ്ങളിൽ വഹിക്കുന്ന കരങ്ങൾ, അവിടെയെല്ലാം നമ്മെ പൊതിയുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ, ദൈവത്തിൻ്റെ കരുതൽ നമ്മൾ അനുഭവിക്കാനിടയാകണം. ഇത് അനുഭവിക്കണമെങ്കിൽ ഇതിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം, നമ്മൾ തിരിച്ചറിയണം. ഇതെൻ്റെ കർത്താവിൻ്റെ കരമാണ്. യേശാവ് ഉപദ്രവിക്കുമെന്ന് വിചാരിച്ച് അവിടുന്ന് ഭയപ്പെട്ട് ഓടിപ്പോയി യാക്കോബ്. സ്വർഗീയ ദർശനം കണ്ടു. ദർശനത്തിന് ശേഷം യാക്കോബ് ഉണർന്നു പറയുന്നു, അയ്യോ, ഇവിടെ യഹോവയുണ്ടല്ലോ, ഇവിടെ യഹോവയുടെ സാന്നിധ്യമുണ്ടല്ലോ, ഈ സ്ഥലം അത്ര ഭയങ്കരം, ഞാൻ അറിഞ്ഞില്ലല്ലോ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവിക സാന്നിധ്യത്തെയും ദൈവിക സംരക്ഷണത്തെയും ദൈവിക കരുതലിനെയും ദൈവിക നിയോഗങ്ങളെയും ദൈവിക സാമീപ്യത്തെയും ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ ഇരിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മൾ ആകുലചിത്തരാകുന്നത്. ആമേൻ. 145 സങ്കീർത്തനം 18 വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോവ സമീപസ്ഥനാണ്. So God is near to us. He is very near. ദൈവം നിന്റെ അടുത്തുണ്ട്. നീ ഇരിക്കുന്ന ദൈവത്തിൻ്റെ അടുത്താണ്. നിന്റെ തൊട്ടടുത്ത് ദൈവമുണ്ട്. നീ അതിനെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന ദൈവം ചോദിക്കുന്നു. 47 സങ്കീർത്തനം നമുക്കറിയാമല്ലോ, യഹോവയുടെ സങ്കേതത്തിൻ്റെ ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാകുന്നു. The very instant help in all my troubles. എൻ്റെ കഷ്ടങ്ങളുടെ നടുവിൽ എനിക്ക് ഏറ്റവും അടുത്ത തുണ, മറ്റാരും എനിക്ക് അടുത്തില്ല. എനിക്ക് ഏറ്റവും അടുത്തിരിക്കുന്നത് എൻ്റെ കർത്താവാണ്. ഇത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട്, ഇത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ദൈവം എൻ്റെ അടുത്തുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരുതലിനെയും എനിക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ദൈവം എൻ്റെ അടുത്തില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നുവെങ്കിൽ പിന്നീട് ദൈവത്തിൻ്റെ കരുതലും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞൊരു ദൈവം നിങ്ങളുടെ അടുത്തുണ്ട്. സത്യമായി തന്നെ ആര് വിളിച്ചപേക്ഷിക്കുന്നുവോ, സത്യമായിട്ട് നേരോടെ ആര് വിളിച്ചപേക്ഷിക്കുന്നുവോ, ഞാൻ അവർക്ക് സമീപസ്ഥനാകുന്നു എന്ന് ദൈവം പറയുന്നു. യാക്കോബിന്റെ ലേഖനത്തിലും പത്രോസിന്റെ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, ഡ്രോ നിയർ ടു ഗോഡ് ആൻഡ് ഹി വിൽ ഡ്രോ നിയർ ടു യു. ആമേൻ. ഇബ്രാഹിം ലേഖനം നമ്മൾ മുമ്പേ വായിച്ച 4 അധ്യായത്തിന്റെ 15 വാക്യത്തിലുണ്ട്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിന് കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നാം ദൂരെ നിൽക്കുകയല്ലേ, പലപ്പോഴും അടുത്ത് ചെല്ലുക, ധൈര്യത്തോടെ അടുത്ത് ചെല്ലുക. അവിടെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവം ഇസ്രായേൽ മക്കളെ ഒരുപാട് അനുഭവങ്ങളിലൂടെ കൊണ്ടുവന്നു. എന്നാൽ അവരത് കൂട്ടാക്കിയില്ല. അവർ ദൈവത്തെ മറുതലിച്ചു, ദൈവത്തെ നിരസിച്ചു, ദൈവിക പ്രമാണങ്ങളെ നിരസിച്ചു കളഞ്ഞു. എന്നാൽ ദൈവം പിന്നെയും അവരോട് കരുതൽ കാണിച്ച് അവരെ സ്നേഹിക്കുന്നൊരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ചതഞ്ഞ ഓട ഞാൻ ഒടിച്ചു കളയത്തില്ല, പുകയുന്ന തിരി ഞാൻ കെടുത്തി കളയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. 4 വാക്യത്തിൽ 43 അധ്യായത്തിലെ 4 വാക്യത്തിൽ ഷിയാവിൽ നമ്മൾ വായിക്കുന്നു, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കും. 41 അധ്യായത്തിൽ ഞാൻ നിന്നോടുകൂടി ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ശക്തീകരിക്കും, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആമേൻ. പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, ഞാൻ പറയുന്നില്ല എല്ലാം ശരിയാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, നൂലാമാലകളുണ്ട്, ഒന്നും ശരിയല്ല, എല്ലാം ആകപ്പാട്
കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന, എല്ലാം ആകപ്പാടെ താളം തെറ്റിക്കിടക്കുന്ന, മുഴുവനും പരാജയപ്പെട്ട ഒരു അന്ധകാര മണ്ഡലത്തിൽ, ഒരു വല്ലാത്ത ഒരു പരുവത്തിൽ നമ്മളായിരിക്കുന്നു എന്ന് വിചാരിക്കുക. ആമേൻ. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ടല്ലോ, യഹോവ നല്ല ഇടയനാണ്, അവൻ്റെ കൂടെ ഉണ്ട് സ്വസ്ഥതയുള്ള വെള്ളം, എല്ലാം നല്ല കാര്യം. പക്ഷെ എന്നിടയ്ക്കൊരു കാര്യം പറയുന്നു, കൂരിരുൾ താഴ്വരിൽ കൂടി നടന്നാലും, മരണനിഴലിൽ താഴ്വരിൽ കൂടി നടന്നാലും ഞാൻ. അപ്പം അതിൻ്റെ അർത്ഥം പച്ചയായ പുല്ലും പുൽപ്പുറവും സ്വസ്ഥതയുള്ള വെള്ളവും നല്ല ഇടയനും മേശ ഒരുക്കുന്നതും ശത്രുക്കളുമാകെ കൊണ്ടുവന്ന് നിർത്തുന്നതും പാനപാത്രം നിറഞ്ഞു വയ്യുന്ന എല്ലാം നല്ല കാര്യങ്ങളാണെങ്കിലും ദാവീദ് പറയുന്നു, ഈ ഒരു കാര്യം അതിനകത്തുണ്ട്. എന്താണെന്നറിയാമോ? കൂരിരുളിൻ്റെ താഴ്വര, അന്ധകാര നിബിഡമായ താഴ്വര, മരണഭീതി ഉളവാക്കുന്ന താഴ്വര. എൻ്റെ നടുവിൽ കൂടി കടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ. The one who is experiencing the presence of God, the one who is sensing the presence of God, that same person will also sense the security of God, the provision of God, the caring of God. Amen. ദൈവിക സാന്നിധ്യം നാം തിരിച്ചറിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സംരക്ഷണവും കരുതലും നാം തിരിച്ചറിഞ്ഞേ മതിയാകത്തുള്ളൂ. ദൈവിക സംരക്ഷണവും കരുതലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? നാം ദൈവിക സാന്നിധ്യത്തെ തന്നെയും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. നിന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവിക സാന്നിധ്യത്തിലാണോ താങ്കളും ഞാനുമായിരിക്കുന്നത്? കർത്താവിൻ്റെ എൻ്റെ അടുത്ത കർത്താവ് ഇരിപ്പുണ്ടോ? ദാവീദ് പറയുന്നുണ്ടല്ലോ, ഞാൻ യഹോവയെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എൻ്റെ മുമ്പിൽ അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകില്ല. ആമേൻ. താൻ പറഞ്ഞ 37-ാം സങ്കീർത്തനത്തിൽ, അവനിലേക്ക് നോക്കിയവൻ പ്രകാശിതരായി, അവിടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരാകണമെങ്കിൽ പെട്ടെന്ന് നോക്കാൻ പറ്റുന്ന ദൂരത്തിൽ നിങ്ങൾ ആയിരിക്കണ്ടേ? ആമേൻ. നോക്കാൻ പറ്റുന്ന ഒരു ദൂരത്തിൽ നാം ആണോ? വിശ്വാസത്തിൻ്റെ കണ്ണുകളൊന്ന് ഉയർത്തിയാൽ പോരെ, വളരെ ആശ്വാസകരമായി ആ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയത്തില്ലേ? ആമേൻ. അത് 7 മടങ്ങ് ശക്തിയുള്ള തീച്ചൂളയുടെ നടുവിലാകട്ടെ, സിംഹങ്ങളുടെ കുഴിയിലാകട്ടെ, കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ നടുവിലാകട്ടെ, ആഴമേറിയ ചെങ്കടലിന് നടുവിലാകട്ടെ, മരിച്ച് 4 നാൾ കഴിഞ്ഞ് നാറ്റം വെച്ച് തുടങ്ങിയ, ചീഞ്ഞഴുകി തുടങ്ങിയ ശവശരീരം കിടക്കുന്ന കല്ലറുടെ മുമ്പിലാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല. ആമേൻ. നാം പലപ്പോഴും നമ്മുടെ ഭാരങ്ങളെയും നമ്മുടെ പ്രതികൂലങ്ങളെയും നമ്മുടെ പ്രതിസന്ധികളെയൊക്കെ വലുതായിട്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ നോക്കുന്നത്. അല്ല പ്രിയപ്പെട്ടവരെ, പക്ഷെ നമ്മളങ്ങനെ കാണുമായിരിക്കും. പക്ഷേ ദൈവത്തിന് ഇതൊന്നും വലിയ കാര്യമല്ല. ഇതൊന്നും ദൈവത്തിന് വലിയ കാര്യമല്ല. വളരെ തിക്കും തിരക്കുമുള്ള ഒരു വളരെയധികം ആളുകളോട് ഉപദേശിച്ചു കൊണ്ടിരുന്ന സമയം സന്ധ്യയായപ്പോൾ കർത്താവ് പറയുന്നു, ശിഷ്യന്മാരോട് പറഞ്ഞു, വരുവീൻ, നമുക്ക് അക്കരയ്ക്ക് പോകാം. ആമേൻ. അക്കരെ എന്താണെന്ന് ശിഷ്യന്മാർക്ക് അറിയത്തില്ല. അക്കരെ എന്താണ് കാത്തിരിക്കുന്നതെന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല. അക്കരെ പോകുന്ന വഴിയാത്രയിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്ക് യാതൊരു ഐഡിയയുമില്ല. പക്ഷെ എല്ലാം അറിയുന്ന ഒരുവനാണ് അവരോട് പറഞ്ഞത്, വരുവീൻ, നമുക്ക് അക്കരയ്ക്ക് പോകാം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദിലെ, താങ്കളെ വിളിച്ചിറക്കിയത് ദൈവമാണെങ്കിൽ, താങ്കളെ വിളിച്ചുകൊണ്ട് വന്ന ദൈവമാണെങ്കിൽ, അക്കരയ്ക്ക് കൊണ്ടുപോകുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങളൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം എന്നെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, വിളിച്ച ദൈവം വിശ്വസ്തനാണ്,
അവൻ അന്ത്യം വരെ നിങ്ങളെ കൊണ്ടുപോകാൻ വിശ്വസ്തനാണ്. അതിനിടയ്ക്ക് പ്രതികൂലം ഉണ്ടാകാം, പ്രതിസന്ധി ഉണ്ടാകാം, കാറ്റും കോളും കടന്നു വരാം, കപ്പലും പടകുമൊക്കെ ആടി ഉലയാം, മുങ്ങുമാറായി തോന്നുമാറും മുങ്ങുന്നത് വരെയാകാം. എന്നാൽ മുക്കിക്കളയാതെ വണ്ണം നിന്റെ ബോട്ടിൽ അവനുണ്ടെങ്കിൽ, നിന്റെ വിശ്വാസ ജീവിത പടകിൽ യേശുവുണ്ടെങ്കിൽ, പ്രിയ ദൈവത്തിലെ നിനക്ക് നന്നായിട്ട് നിന്റെ യാത്ര സുഗമമായി അക്കരയ്ക്ക് പോകുവാൻ അവൻ നിന്നെ സഹായിക്കും. ആമേൻ. ഒരുമിച്ച് യാത്ര ചെയ്തു. കർത്താവിനോട് പറഞ്ഞു, വഴിയിലായപ്പോൾ കാറ്റും കോളും ഒക്കെ പ്രതികൂലമായി, പടക് മുങ്ങുമാറായി. അവർ വല്ലാതെ ഭയപ്പെട്ടു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ ഗുരുവിനെ വിളിച്ചുണർത്തി. ഗുരു, നാഥാതങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും തിരമാലയെല്ലാം ശാസിച്ചു, അടങ്ങുക, മിണ്ടാതിരിക്കുക. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത്ര ഭീരുക്കളായതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലയോ? എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നാം പലപ്പോഴും ആകുലചിത്തരാകുന്നത്? എന്തുകൊണ്ടാണ് നാം ഉത്കണ്ഠാകുലരാകുന്നത്? എന്തുകൊണ്ടാണ് നാം ടെൻഷൻ എടുക്കുകയും വറി ചെയ്യുകയും ചെയ്യുന്നത്? വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ട്. ഭയം കയറി വരുന്നു. വിശ്വാസം കുറവാകുമ്പോൾ ഭയം കയറി വരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ സന്ധ്യാസമയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, യാക്കോബിനോട് പറയുന്നു, നീ വെള്ളത്തിൽ കൂടി കടന്നാലും, നീ നദിയിൽ കൂടി കടന്നാലും നദി നിന്നെ മുക്കിക്കളയത്തില്ല. നീ തീയിൽ കൂടി കടന്നാലും അഗ്നിജ്വാലയിൽ കൂടി കടന്നാലും നീ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ആമേൻ. കാരണം കരുതുന്ന ഒരുവൻ കൂടെയുണ്ട്. കരുതുന്ന ഒരുവൻ നിന്റെ കൂടെയുണ്ട്. തീയെയും വെള്ളത്തെയും പ്രകൃതി ശക്തികളെ എല്ലാം നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരുവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, അവൻ്റെ സാന്നിധ്യത്തെ ദൈവവേദനയെ ഈ സന്ധ്യാസമയം നീ തിരിച്ചറിയുന്ന വ്യക്തിയാണെങ്കിൽ, if you are the person who is recognizing the presence of the great God who is walking with you, who is sitting by the side of you, then you must also recognize that he is able to deliver you from all the difficulties and all the problems in your life. Amen. ഈ വലിയ ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഈ വലിയ ദൈവത്തിന്റെ കരുതലിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് സന്ധ്യാസമയം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ ശ്രമിക്കാം. നമുക്ക് let us recognize his presence. He is a great God. ഒരു വലിയ ദൈവം, നമ്മെ സ്വന്തമാക്കിയവൻ, നമ്മെ വീണ്ടെടുത്തവൻ, നമുക്ക് വേണ്ടി വലിയ വില നൽകിയവൻ, നമ്മെ വേർതിരിച്ചവൻ, നമ്മെ തൻ്റെ ജനമാക്കി തീർത്തവൻ. ഹല്ലേലൂയ. അത്രയും കാര്യം നമുക്ക് വേണ്ടി ചെയ്തിട്ട് നമ്മളെ കൈവിടുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അത് എനിക്ക് മനസ്സിലാകാത്തത്. ഒരു വ്യക്തിക്ക് വേണ്ടി ഇത്രയും അധികം കാര്യങ്ങൾ ചെയ്തിട്ട് ആ വ്യക്തിയെ എങ്ങനെ കൈവിടാൻ ദൈവത്തിന് കഴിയും? എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരിക്കലും ദൈവം നമ്മെ കൈവിടത്തില്ല. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന, വേദനിപ്പിക്കുന്ന ഏതെങ്കിലും സാഹചര്യങ്ങൾ നടുവിലായിരിക്കുന്നെങ്കിൽ അവരോടായി ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും വലിയ കാര്യം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുക. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ദൈവം, നിങ്ങളെ വഴി നടത്തുന്ന ദൈവം, നിങ്ങളെ വീണ്ടെടുത്ത ദൈവം, നിങ്ങളെ ഇന്നും നന്നായി അറിയുന്ന ദൈവം, നിങ്ങളെ വേർതിരിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന ദൈവം, നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയുന്ന, നിങ്ങളുടെ ഭൂതകാലവും നിങ്ങളുടെ വർത്തമാനകാലവും നിങ്ങളുടെ ഭാവി കാലവും നിങ്ങൾക്ക് വരാനിരിക്കുന്ന പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും എല്ലാം നന്നായി മുന്നമേ അറിയുന്ന ദൈവം, ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? സാന്നിധ്യത്തെ തിരിച്ചറിയുന്നുവെങ്കിൽ
തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു അവൻ്റെ കരുതലിനെയും തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയും. ആമേൻ. അവൻ്റെ സംരക്ഷണത്തെയും കരുതലിനെയും തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും ഭയപ്പെടുകയില്ല, ഒരിക്കലും വറി ചെയ്യുകയില്ല, ഒരിക്കലും ആകുലചിത്തരാകുകയില്ല, ഒരിക്കലും വിചാരപ്പെടുകയില്ല. ഹല്ലേലൂയ. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിനക്കായി കരുതുന്നതാകൊണ്ട് നിങ്ങൾ സകല ചിന്ത ആകുലം എൻ്റെ മേലിട്ടു. ദൈവസാന്നിധ്യം തിരിച്ചറിയാതിരിക്കുന്നത് കൊണ്ടാണ് ശിഷ്യന്മാർ നിലവിളിച്ചത്. അയ്യോ നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നു, നിനക്ക് വിചാരമില്ലയോ? യേശു എഴുന്നേറ്റ് അവരെ ശാസിക്കുകയാണ്, നിങ്ങൾ എന്തിനു ഭയപ്പെട്ടു, നിങ്ങൾ എന്തിനു ഭീരുക്കളായി? ഞാനിവിടെ ഇല്ല, നിങ്ങളുടെ അടുത്ത് ഞാനിവിടെ അടുത്തിരിപ്പില്ലേ? ആമേൻ. നിങ്ങളെ നശിക്കാൻ ഞാൻ അനുവദിക്കുമോ? ഞാൻ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ നിങ്ങളെ നശിപ്പിക്കുമോ? ദാവീദ് പറയുന്നല്ലോ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്ന 4-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ സന്ധ്യാസമയം ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാം. അത് കഴിഞ്ഞ് ദൈവം ഒരുക്കി കരുതലിനെ നമുക്ക് തിരിച്ചറിയാനിടയാകട്ടെ. ഈ രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിനെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.